ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ TSയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ഗ്രേഡ് വിവിധം ആദ്യം 3 ഘട്ട പരീക്ഷ 1.28 ലക്ഷം അപേക്ഷ അസാധു. 11 ജില്ലകളിലേക്കായി പരീക്ഷ എഴുതുന്നത് 2.31 ലക്ഷം പേർ. വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് നിയമനത്തിനുള്ള ആദ്യഘട്ട പരീക്ഷകളിൽ നിന്ന് 1,28,440 അപേക്ഷകൾ അസാധുവായി. 11 ജില്ലകളിലേക്ക് അപേക്ഷിച്ചവർക്ക് നവംബറിൽ നടത്തുന്ന 3 പരീക്ഷകളിലാണ് ഇത്രയും അപേക്ഷകൾ റദ്ദാക്കിയത്. അപേക്ഷിച്ചെങ്കിലും പരീക്ഷ എഴുതാൻ സെപ്റ്റംബർ 11 രാത്രി 12 മണി വരെയും ഇവർ ഉറപ്പു നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അപേക്ഷകൾ റദ്ദാക്കിയത്. നവംബർ 2-നുള്ള ആദ്യഘട്ട പരീക്ഷ എഴുതാൻ 81,193 പേർ ഉറപ്പു നൽകി. കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകൾക്കാണ് ആദ്യഘട്ട പരീക്ഷ. 4 ജില്ലകളിലേക്ക് 1,22,452 പേർ അപേക്ഷിച്ചിരുന്നു. ഉറപ്പ് നൽകാത്ത 41,259 പേരുടെ അപേക്ഷ റദ്ദാക്കി. ഉറപ്പു നൽകിയവരുടെ പ്രൊഫൈലിൽ ഒക്ടോബർ 19 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാക്കും. നവംബർ 23-നാണ് രണ്ടാം ഘട്ട പരീക്ഷ. അത് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ അപേക്ഷകർക്കാണ് നടത്തുന്നത്. ഈ ജില്ലകളിലേക്ക് 1,15,998 പേർ അപേക്ഷിച്ചെങ്കിലും 71,420 പേരാണ് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയത്. ഇവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് നവംബർ 8 മുതൽ പ്രൊഫൈലിൽ ലഭ്യമാക്കും. 44,578 അപേക്ഷകൾ അസാധുവാക്കി. നവംബർ 30-നാണ് മൂന്നാം ഘട്ട പരീക്ഷ. അത് തിരുവനന്തപുരം, കോട്ടയം ജില്ലകൾക്കാണ്. തൃശ്ശൂർ ജില്ലകൾക്കാണ്. 3 ജില്ലകളിലേക്കായി മൊത്തം 1,21,329 അപേക്ഷകൾ ലഭിച്ചതിൽ 78,726 പേർ പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകി. ഇവർക്ക് നവംബർ 16 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും. ഉറപ്പ് നൽകാത്ത 42,603 പേരുടെ അപേക്ഷ റദ്ദാക്കി. ഏറ്റവും കൂടുതൽ പേർ അപേക്ഷിച്ചതും കൂടുതൽ പേരുടെ അപേക്ഷ റദ്ദായതും തിരുവനന്തപുരം ജില്ലയിലാണ്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകൾക്ക് ഡിസംബറിൽ പരീക്ഷ. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലേക്ക് അപേക്ഷിച്ചവർക്ക് ഡിസംബറിലായിരിക്കും പരീക്ഷ, അതായത് അവസാനഘട്ട പരീക്ഷ. തീയതി പ്രഖ്യാപിച്ച ശേഷം അപേക്ഷകർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകണം. ഈ ആഴ്ച കലണ്ടർ പ്രസിദ്ധീകരിക്കും. ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന് 14 ജില്ലകളിലായി ഇത്തവണ 4,76,953 അപേക്ഷകളാണ് ലഭിച്ചത്. ഇത് കഴിഞ്ഞ വിജ്ഞാപനത്തേക്കാൾ 2,21,844 കുറവാണ്. ഏറ്റവും കൂടുതൽ അപേക്ഷകർ തിരുവനന്തപുരത്തേക്കാണ്, 72,617. കുറവ് ഇടുക്കിയിലേക്കും, 15,817. ഇത്തവണ ഒറ്റ പരീക്ഷയിലൂടെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള OMR പരീക്ഷയാണ് നടത്തുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് പരീക്ഷ എഴുതുന്നവർ: കൊല്ലം ജില്ലയിൽ ഉറപ്പ് നൽകിയവർ, അസാധുവായവർ. ഇതിൻ്റെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ഓരോ ജില്ലയിലെയും ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഡിസംബറിൽ മാത്രമേ ഡേറ്റ് ആവാത്തുള്ളൂ, ബാക്കി എല്ലാത്തിനും ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.